ഇന്ന് രാവിലെ ഏകദേശം 9 മണിയോട് കൂടിയായിരുന്നു മൂത്തകുന്നം പത്മനാഭൻ എന്ന ആന ഈ നോർത്ത് പറവൂർ മേഖലയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചത്. അതായത് ഈ പാലിയത്ത് ഉത്സവമായിരുന്നു ഇന്നലെ. ഉത്സവം കഴിഞ്ഞ് ഇന്ന് പുലർച്ചെ മറ്റൊരു ഉത്സവത്തിനായി ആനയെ എത്തിക്കുന്നതിനിടെയായിരുന്നു നോർത്ത് പറവൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ഈ ആന പരിഭ്രാന്തി സൃഷ്ടിച്ചത്. ഈ ചേന്നമംഗലം അതോടൊപ്പം തന്നെ ഗോത്തുരുത്ത് ഭാഗങ്ങളിൽ നിന്നും ഈ മൂത്തകുന്നം പത്മനാഭൻ ഈ മൂത്തകുന്നം പ്രദേശത്ത് തന്നെ ഓടിയെത്തി. ഈ പരുവക്കൽ ക്ഷേത്രത്തിലാണ് നിലവിൽ ആനയെ തളച്ചിരിക്കുന്നത്. ആന ഇടഞ്ഞോടിയ വഴിയിൽ 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരാളുടെ കാലിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പരിക്കേറ്റവരെ താലൂക്ക് ആശുപത്രിയിലും തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ആന ഇടഞ്ഞോടിയ വഴിയിൽ നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു ബൈക്ക്, പിക്കപ്പ് വാൻ, അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷകൾക്കടക്കം പൂർണ്ണമായും നശിച്ച സ്ഥിതിയിലായിരുന്നു. ഈ ആനയെ തളയ്ക്കുന്നതിനായി എലഫന്റ് സ്ക്വാഡ് ഒപ്പം തന്നെ ഈ നോർത്ത് പറവൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ, ആന പാപ്പാന്മാർ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആന ഇടഞ്ഞോടിയ വഴിയിൽ ആനയുടെ 1-ാം പാപ്പാൻ ആനയുടെ പുറത്ത് തന്നെയായിരുന്നു. ആന ഇവിടെ ഈ പരുവക്കൽ ക്ഷേത്രത്തിൽ എത്തുന്നിടം വരെയും ഈ പാപ്പാൻ ആനയുടെ പുറത്ത് തന്നെയുണ്ടായിരുന്നു. ഈ 2-ാം പാപ്പാൻ ഈ ആന ഇടഞ്ഞോടിയ വഴിയിൽ മറ്റുള്ളവർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് അത്രയും കിലോമീറ്റർ ആന ഓടി എത്തിയ അത്രയും കിലോമീറ്റർ മറ്റുള്ളവർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് മുന്നിൽ നിന്നും വഴിമാറാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം വന്നു എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഈ മൂത്തകുന്നം പത്മനാഭൻ 2022 പാപ്പാനായിരുന്ന വിനോദിനെ അടിച്ചു കൊന്നു എന്നൊരു കാര്യവും കൂടി പുറത്തു വരുന്നുണ്ട്. മരുന്ന് നൽകാൻ എത്തിയപ്പോഴായിരുന്നു ഈ മൂത്തകുന്നം പത്മനാഭൻ വിനോദ് എന്ന പാപ്പാനെ അടിച്ച് കൊന്നത്. 2022 മെയ് 18 ഈ സംഭവം എന്നുകൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. നിലവിൽ സ്ഥിതിഗതികളെല്ലാം ശാന്തമാണ്. ആനയെ പൂർണ്ണമായും ഇവിടെ തളച്ചിരിക്കുകയാണ്. ക്യാമറമാൻ മനോജ് മാർശ്ശേരിക്കൊപ്പം സ്നേഹ മൊല്ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.